ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ പള്ളിപ്പുറം ദേശത്ത് ഇപ്രകാരം മുറ്റത്തെ കൺവെൻഷൻ 6ാമത്തെ കൺവെൻഷനാണ് സംഘടിപ്പിക്കുവാൻ ഇടയായതായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭവനത്തിലെ പ്രിയ കുടുംബനാഥൻ ഇവിടെ പ്രസിദ്ധനായിരിക്കുന്ന പ്രൈസ് ദി ലോർഡ് രാജേന്ദ്രൻ സഹോദരൻ, അതോടൊപ്പം തന്നെ കുടുംബം, അവരുടെ ബന്ധുക്കളായി അടുത്ത് വന്നിരിക്കുന്ന നമ്മുടെ സുശീലൻ സഹോദരൻ കുടുംബം, മറ്റു പ്രിയപ്പെട്ടവർ, മരുമകനായിരിക്കുന്ന മുകേഷ്, പ്രൈസ് ദി ലോർഡ് മോൻ കുടുംബം നമ്മോടൊപ്പം ഉണ്ട്, ശ്രീത്ത് കുടുംബം, എല്ലാവർക്കുമായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം ഒരു മീറ്റിംഗ് നടത്തുവാനായിട്ട് നമുക്ക് അവരുടെ ഈ ടെറസിൻ്റെ ഈ മാളിക മുറി അല്ലെങ്കിൽ ടെറസ് ഒരുക്കി തന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ നമ്മൾ തുറന്നു കൊടുത്താൽ അത് വലിയ അനുഗ്രഹമായി തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്കും തലമുറയ്ക്കുമെല്ലാം അത് അനുഗ്രഹമായി തീരും. അപ്രകാരം ഇന്ന് ഈ പള്ളിപ്പുറം ദേശത്തോട് ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയുള്ള അല്പനിമിഷങ്ങൾ ആ സന്തോഷം അറിയിച്ചതിന് ശേഷം ഞങ്ങൾ മടങ്ങിപ്പോകും. ദൈവത്തിന് സ്തോത്രം. ആ സന്തോഷം മറ്റൊന്നുമല്ല, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള സന്തോഷ വർത്തമാനമാണ് ഞങ്ങൾക്ക് നമ്മോട് പറയാനുള്ളത്. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം ഈ പള്ളിപ്പുറം ദേശത്ത് ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ ഭവനങ്ങളെയും എല്ലാ കുടുംബക്കാരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവം ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഭാരമുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിപ്പാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് ക്രിസ്തു ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിലൂടെ നമുക്കതിൻ്റെ ഉത്തരം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്രകാരം ബൈബിളിൽ പറയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ പിതാവായ ദൈവം ഈ ലോകത്തിലേക്ക് അയക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അത് ആവർത്തന പുസ്തകം 6ാം അധ്യായം 4ാം വാക്യത്തിൽ പറയുന്നു. മർക്കോസിന്റെ സുവിശേഷം 12ാം അധ്യായം 29ാം വാക്യം പറയുന്നു, അവിടെ ദൈവം ഒരുവനാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവം 3 ദൈവമല്ല, ദൈവം ഒരു ദൈവമാണ്. ആ ദൈവത്തിന്റെ പേരാണ് ബൈബിൾ പറയുന്നത് യേശുവാണ് ആ ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവം പ്രൈസ് ദി ലോർഡ് പിതാവായ ദൈവമായിട്ടും പുത്രനായ ദൈവമായിട്ടും പരിശുദ്ധാത്മാവായ ദൈവമായിട്ടും ബൈബിളിൽ വായിക്കുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും അത് 3 ദൈവമല്ല, അത് ഏകം ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും 3ആയി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ 3ആയി വേറിട്ട് നിൽക്കുന്ന ആ അവസ്ഥകളെല്ലാം മറിച്ച് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. 1:1 പറയുന്ന പോലെ ഇത് 3 കൂടെ അരുളി നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഇത് 3 പിതാവായ ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധാത്മാവും 3 ദൈവം തന്നെയാണ്. അതേസമയം ദൈവം ഏകൻ തന്നെയാണ്. അതുകൊണ്ട് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്, എന്തിനാണ് യേശുവിൻ്റെ വരവിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു, ആ ദൈവമായിട്ടിരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. യേശു കർത്താവ് ഈ താഴ്ന്ന ലോകത്തിലേക്ക് ഇറങ്ങി വരാനുള്ള കാരണം പിതാവിൻ്റെ ഹൃദയത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് ലോകം അറിയിക്കാൻ വേണ്ടിയാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ താണരൂപമെടുത്ത് മനുഷ്യരൂപമെടുത്ത് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്. ഈ ദൈവത്തിൻ്റെ സ്നേഹം യേശു കർത്താവിലൂടെ വെളിപ്പെടുത്തി. ദൈവം ഹല്ലേലൂയ സ്നേഹവാനായ ദൈവമാണ് ബൈബിൾ പറയുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹം പുത്രനായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ യേശു കടന്നുപോയെടുത്ത് അവൻ രോഗികളെ സൗഖ്യമാക്കി, യേശു കടന്നുപോയെടുത്ത് അവൻ ഭൂതങ്ങളെ പുറത്താക്കി, യേശു കടന്നുപോയെടുത്ത് കഷ്ടപ്പെടുന്ന ജനസമൂഹത്തിന് അവൻ ആശ്വാസം പകർന്നു, യേശു കടന്നുപോയതെടുത്ത് പാപത്തിന് മാനസാന്തരം കൊടുത്ത് പാപത്തിന്റെ മോചനം കൊടുത്ത് അവൻ വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തി. അപ്രകാരം ദൈവത്തിന്റെ സ്നേഹത്തെ യേശുവിലൂടെ ദൈവം വെളിപ്പെടുത്തി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, യേശു കർത്താവ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു, യേശു കർത്താവ് ഈ ലോകത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം കടന്നു വന്നു. വചനം പറയുന്നു, യേശു പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. മത്തായി 3ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അവിടെ ദൈവം യേശു കർത്താവ് അതേ പരിശുദ്ധാത്മാവിന്റെ ആ കൃപ ഹല്ലേലൂയ സ്തോത്രം അതേ പരിശുദ്ധാത്മാവിന്റെ അതേ ആലോചന പ്രകാരം യേശു കർത്താവ് യോർദാനിലിറങ്ങി യേശു കർത്താവ് സ്നാനപ്പെട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപേണ യേശുവിൻ്റെ മേൽ ആവസിച്ചു. ഹല്ലേലൂയ. അവിടെ ഇറങ്ങി വന്നു. ആ പുത്രനായ ദൈവം അത് സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് അവിടെ കടന്നു വന്നു, പ്രാപന്ന രൂപേണ പുത്രന്റെ മേൽ കടന്നു വന്നു. മാത്രമല്ല, ഒരു അശരീരി ഉണ്ടായി, പിതാവിന്റെ അശരീരി ഉണ്ടായി. പിതാവ് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ 3 സമ്മേളിക്കുന്നു. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവായ ദൈവം സമ്മേളിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അതാണ് മത്തായി സുവിശേഷം 3ാം അധ്യായം 16-17 വാക്യങ്ങൾ കാണാൻ കഴിയുന്നത്. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ, പിതാവായ ദൈവത്തിന്റെ സ്നേഹം പുത്രനായ യേശുവിലൂടെ
വെളിപ്പെടുത്തി. യേശു കർത്താവ് ഈ ലോകത്തിൽ സുവിശേഷം അറിയിച്ചു. യേശു കർത്താവ് ഈ ലോകത്തിൽ അനേകർക്ക് സൗഖ്യവും വിടുതലും കൊടുത്തു. യേശു കർത്താവ് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ബലിയായി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇന്ന് ദൈവത്തിന്റെ ആത്മാവിലാണ് യേശു നമ്മുടെ നഷ്ടത്തിൽ വസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ്, കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോയാൽ കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടി അയച്ചു തരും. അപ്രകാരം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവാണ് ഇന്ന് യേശുവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിതാവായ ദൈവമുണ്ട്, പുത്രനായ യേശുവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, മൂന്നും ദൈവം തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്രകാരം ദൈവമക്കളെ, ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവിന് ഈ ലോകത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുവിന്റെ അധികാരം എന്താണ്? യേശുവിനെ ബൈബിൾ പറയുന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനാണുള്ളത്. ഒരു സ്തോത്രം പറയാമോ? ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള അധികാരം മുഴുവനും എൻ്റെ കർത്താവിനാണ്. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവ്, വചനം പറയുന്നു, ആ കർത്താവിനാണ് സകല അധികാരവും ഉള്ളത്. അത് വാഴ്ചകളെയും അധികാരങ്ങളെയും എല്ലാം ആയുധവർഗം വെപ്പിച്ച് പരസ്യമായ കാഴ്ചയാക്കിയ എൻ്റെ കർത്താവ്. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അവൻ വാഴ്ചകളെ ക്രൂശിൽ വെച്ച് അധികാരം വെപ്പിച്ചു, ആ ആയുധവർഗം വെപ്പിച്ചു, പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, യേശു കർത്താവിന് അതെ സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിൽ മാത്രമല്ല എല്ലാ വാഴ്ചകളുടെ മേലും അധികാരമുണ്ട്. ഹല്ലേലൂയ. പിശാചിന്റെ മേൽ അധികാരമുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദര, നിന്റെ ജീവിതത്തിൽ പിശാച് നിന്നെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ, പിശാച് നിന്നെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, പിശാച് നിനക്ക് മാനസികമായ ഭാരങ്ങൾ തരുന്നുണ്ടെങ്കിൽ, 1 യോഹന്നാൻ 3:8 ബൈബിൾ പറഞ്ഞിരിക്കുന്നു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ചു കളയാൻ തക്കവണ്ണം കർത്താവ് കടന്നു വന്നിരിക്കുന്നു. നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, നിന്റെ കുടുംബത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്ത് തരത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങളാകട്ടെ, രോഗങ്ങളാകട്ടെ, എന്തുമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ അത് അഴിഞ്ഞ് മാറിടയായിത്തീരും. ദൈവം നിങ്ങളെ സ്വതന്ത്രമാക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അപ്പൊ യേശുവിന്റെ ഒരു പ്രത്യേകത, പാപങ്ങൾ മോചിക്കുക മാത്രമല്ല, യേശുവിന് രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. രോഗങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. മത്തായി 8:17 പറഞ്ഞിരിക്കുന്നു, അതേ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അവൻ നമ്മുടെ ബലഹീനതകളെ ചുമന്നു. അതേ കർത്താവ്, സ്തോത്രം. അതേ മത്തായി സുവിശേഷത്തിൽ മാത്രമല്ല, അതേ സങ്കീർത്തനങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ, അവന്റെ വചനത്തെ അയച്ച് അവരെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, അത് അവന്റെ അടിപ്പിണറുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. ഇന്ന് രോഗിയായി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ, ഭവനങ്ങളിൽ ആയിരിക്കുന്നുവെങ്കിൽ, അത് രോഗത്തിന് സൗഖ്യമില്ലാതെ, ആശ്വാസമില്ലാതെ, അത് വേദനയോടുകൂടി ഏതെങ്കിലും വീട്ടുകാരനെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കെന്ന് പറയുവാൻ തക്കവണ്ണം കഴിയും, നിങ്ങൾക്ക് സന്തോഷ വർത്തമാനമുണ്ട്. എൻ്റെ യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. നീ അലട്ടിക്കൊണ്ട് നിൽക്കുന്ന ഏത് രോഗമാകട്ടെ, പ്രൈസ് ദി ലോർഡ്, ഏത് കീറാമുട്ടികളായ വിഷയങ്ങളാകട്ടെ, ഏത് തരത്തിലുള്ള പ്രതികൂലമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശുവിന് രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് പാപത്തിന്റെ മേൽ അധികാരമുണ്ട്. യേശുവിന് പിശാചിന്റെ മേൽ അധികാരമുണ്ട്. മർക്കോസിന്റെ സുവിശേഷം വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, അവിടെ കാണാൻ കഴിയും 4-ാം അധ്യായത്തിന്റെ 38 അവസാന ഭാഗങ്ങൾ കാണാൻ കഴിയുന്നത്, യേശു പടകിൽ പോയപ്പോൾ വലിയ കാറ്റും കോളും പ്രതികൂലവും എല്ലാം ഉണ്ടായി, ചുഴലിക്കാരുണ്ടായി. യേശു കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, പ്രകൃതി അവിടെ ശാന്തമായി. എന്ത് വിളിച്ചറിയിക്കുന്നു? യേശുവിന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞാൽ കൊടുങ്കാറ്റ് നിൽക്കും, യേശു പറഞ്ഞാൽ പേമാരി നിൽക്കും, യേശു പറഞ്ഞാൽ കാറ്റവിടെ നിൽക്കും, യേശു പറഞ്ഞാൽ ഹല്ലേലൂയ, അത് ഏത് പ്രകൃതിശക്തികളും യേശുവിനെ അനുസരിക്കാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം, ഇന്ന് വൈകുന്നേര വേളയിൽ ഈ പള്ളിപ്പുറം ദേശത്തോട് എൻ്റെ കർത്താവിന് പറയാനുള്ളത്, യേശുവിനാണ് സകല അധികാരവും ഉള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം. നിന്റെ പാപങ്ങളെ മോചിക്കാനുള്ള അധികാരം. നീ ഇനി പാപത്തിൽ വസിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചുറ്റും നോക്കുമ്പോൾ അനേകർ പാപത്തിൽ കിടക്കുകയാണ്. അത് മദ്യപാനത്തിന്റെ അവസ്ഥകൾ, അത് മയക്കുമരുന്നിന്റെ അവസ്ഥകൾ, കഞ്ചാവിന്റെ അവസ്ഥകൾ, അങ്ങനെ അനേക കുടുംബങ്ങളിൽ സമാധാനമില്ലാതിരിക്കുമ്പോൾ, സ്വസ്ഥതയില്ലാതിരിക്കുമ്പോൾ ആർക്ക് വെടിവെപ്പാൻ കഴിയും? പ്രൈസ് ദി ലോർഡ്. അത് ഓപ്പറേഷൻ തൂഫാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല കാര്യമാണ്. കുറേ പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എത്ര അറസ്റ്റ് ചെയ്താലും അത് പൂർണ്ണമായും ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണമായിട്ട് ഇത് മാറണമെങ്കിൽ യേശു ഉള്ളിൽ വരണം. ഹല്ലേലൂയ. യേശു വന്നാൽ മാത്രമേ ഈ പാപശക്തികൾ മാറുകയുള്ളൂ. നമുക്കറിയാം, കോടതി മുഖാന്തരം നിരോധിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീധനം ചോദിക്കരുത്, സ്ത്രീധനം വാങ്ങരുത്. അത് കോടതി മുഖാന്തരം നിരോധിച്ച കാര്യമാണ്. പക്ഷേ കോടതി നിരോധിച്ചെങ്കിലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ചില കാര്യങ്ങൾക്ക്, നിയമങ്ങൾക്ക്
നിയമങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. എത്ര നിയമങ്ങൾ ഉണ്ടെങ്കിലും പ്രൈസ് ലോർഡ് മനുഷ്യന്റെ മനസ്സിന് മാറ്റമില്ലാതെ ഒരു നിയമങ്ങളെ കൊണ്ടും പ്രയോജനമില്ല. അതിനുവേണ്ടിയാണ് യേശു വന്നത്. മനുഷ്യന്റെ മനസ്സിന് മാറ്റമുണ്ടാകണം. മനുഷ്യന്റെ കല്ലുപോലുള്ള ഹൃദയം മെഴുകു പോലെ ഉരുകണം. മനുഷ്യന്റെ ഹൃദയത്തിൽ ഹല്ലേലൂയ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകണം, രൂപാന്തരം ഉണ്ടാകണം. തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാനുള്ളൊരു മനസ്സുണ്ടാകണം. അതിനാണ് യേശു കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത്. മനുഷ്യന് മാനസാന്തരം ഉണ്ടാകണം. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ വേദനയിലോ രോഗത്തിലോ ഐശാചികമായ ബന്ധനങ്ങളിലോ എന്തിലും ആകട്ടെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു ആശ്വാസ വർത്തമാനം പറയാനുണ്ട്. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. ഇന്ന് ഈ പള്ളിപ്പുറം ദേശത്തുള്ള ഈ ബ്രദർ രാജേന്ദ്രൻ സഹോദരൻ, തൻ്റെ ഭാര്യ, തൻ്റെ കുഞ്ഞുങ്ങൾ, അവരെല്ലാവരും ഈ കർത്താവിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, ഈ കർത്താവിനെ അറിയുന്നുണ്ടെങ്കിൽ അവർ വെറുതെ വന്നതല്ല. അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവ അനുഭവങ്ങളിലൂടെയാണ് അവരെ ഈ കർത്താവിലേക്ക് കൊണ്ടുവന്നത്. പ്രൈസ് ദി ലോർഡ്. അവരൊക്കെ ഒരു കാലത്ത് ഞങ്ങളൊക്കെ ദൈവത്തെ അറിയാതിരിക്കുന്ന അവസ്ഥകളിലായിരുന്നു. പക്ഷേ യേശു ഞങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് മാറ്റങ്ങളുണ്ടായി, ഞങ്ങൾക്ക് വ്യത്യാസങ്ങളുണ്ടായി. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ സമാധാനം തന്നു, സന്തോഷം തന്നു, ഞങ്ങളുടെ പാവങ്ങൾക്ക് മോചനം തന്നു, രോഗങ്ങൾക്ക് സൗഖ്യം തന്നു. അപ്രകാരമാണ് ഞങ്ങളൊക്കെ ഇന്ന് ഈ കർത്താവിനെ കുറിച്ച് നിങ്ങളോട് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ശബ്ദപരിധിക്കകത്തിരുന്ന് കേൾക്കുന്ന ഞങ്ങളുടെ നല്ലവരായ നാട്ടുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ ഏത് ജാതിയോ ഏത് മതമോ ഏത് സമുദായമോ ഒന്നും വിഷയമല്ല. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ബൈബിളിൽ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോസ്തലർ 4:12 മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരേ ഒരു നാമമേ ഉള്ളൂ, അത് യേശുവിൻ നാമമാണ്. അത് യേശുവിൻ നാമമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തെ വിളിച്ച് രക്ഷപ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ ഉത്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ അധികാരം എന്താണ്? പാപങ്ങളെ മോചിക്കാനുള്ള അധികാരമുണ്ട്, രോഗങ്ങളെ സൗഖ്യമാക്കാനുള്ള അധികാരമുണ്ട്, പിശാചിന് അധികാരമുണ്ട്, പ്രകൃതിന് അധികാരമുണ്ട്. തീർന്നില്ല. യേശുവിൻ്റെ അധികാരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും യേശുവിനുണ്ട്. തീർന്നില്ല യേശുവിൻ്റെ അധികാരം. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു, ഹല്ലേലൂയ, ഈ ലോകത്തെ ന്യായം വിധിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട്. ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് രാജാവായി കർത്താവ് കടന്നു വന്ന് ഈ ലോകത്തിലുള്ള സകല ജനങ്ങളെയും ന്യായം വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് ബൈബിൾ പറയുന്നു. അന്നവൻ ജഡ്ജിയായി കസേരയിൽ ഇരുന്നു കൊണ്ട് മരിച്ചവർ ആബാല വൃദ്ധം അതേ ദൈവത്തിന്റെ മുമ്പ് നിൽക്കുന്ന സമയത്ത് ഹല്ലേലൂയ അന്ന് രാജാവായി കർത്താവ് ന്യായാധിപതിയായി ന്യായം വിധിക്കാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്ന് യേശുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അന്ന് ആ ജഡ്ജ്മെന്റിൽ നമുക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യേശു കർത്താവിന്റെ അധികാരം, ജഡ്ജിയായി ന്യായം വിധിക്കുവാനുള്ള അധികാരം യേശുവിനുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ബൈബിൾ പറഞ്ഞു യേശുവിന്റെ അധികാരം നിത്യജീവൻ കൊടുക്കുവാനുള്ള അധികാരം. 7ാമത്തെ അധികാരമാണ് നിത്യജീവൻ കൊടുക്കാനുള്ള അധികാരം. എന്താണ് നിത്യജീവൻ? എന്നേക്കും മരിക്കാതെ യേശുവിൻ്റെ കൂടെ വസിക്കുന്ന ഒരു അനുഭവമാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ആ നിത്യജീവനിലേക്ക് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. അത് ഇന്ന് കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിത്യജീവന്റെ ആ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഈ 7 അനുഗ്രഹം അല്ലെങ്കിൽ 7 അധികാരം എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവിനുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ കർത്താവിൻ്റെ മടങ്ങി വരവ് ആസന്നമായിരിക്കും പറയുന്നുണ്ട്. ആ കർത്താവിൻ്റെ മടങ്ങി വരവിൽ കാഹളം ധ്വനിക്കുമ്പോൾ അത് ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായി നാം അവരോടൊപ്പം വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രിയമുള്ളവരെ, ഒരു ദിവസം ജഡ്ജ്മെന്റിലേക്ക് വേണ്ടി വരുമ്പോൾ അത് കർത്താവ് അവനോട് പറയൂ, കർത്താവേ, ഞങ്ങൾക്ക് ഈ സുവിശേഷം ഒന്നും അറിയത്തില്ല കർത്താവേ, ഞങ്ങൾക്ക് ഇത് ആരും പറഞ്ഞു തന്നില്ല കർത്താവേ, ഞങ്ങൾ കേട്ടില്ല കർത്താവേ എന്ന് പറയുമ്പോൾ കർത്താവ് പറയില്ല. ഒരു ദിവസം ഹല്ലേലൂയ ഒരു ഞായറാഴ്ച വൈകുന്നേരം പ്രൈസ് ദി ലോർഡ് ആ രാജേന്ദ്രൻ്റെ വീട്ടിൽ ടെറസിന്റെ മുകളിൽ വെച്ച് നടന്ന സുവിശേഷ യോഗത്തിൽ മൈക്കെല്ലാം വെച്ച് അവർ സഭയിൽ നിന്ന് വന്ന് അവിടെ ദേവദാസൻ നിങ്ങൾക്കെല്ലാം പറഞ്ഞു തന്നതാണ്, നിങ്ങൾക്ക് എല്ലാ സുവിശേഷം നിങ്ങൾ കേട്ടതാണ്, ആർക്കും ഒഴിയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവം അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചു കഴിയും. പ്രൈസ് ദി ലോർഡ്. ദൈവം അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകത്തിലൊക്കെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നു. സ്നേഹിതരെ, അതുകൊണ്ട് ശാഠ്യം പിടിക്കാതെ പ്രൈസ് ദി ലോർഡ് തള്ളിക്കളയാതെ, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങൾക്കിന്ന് കടന്നു വന്നാൽ മത്തായി 11:27-28 വാക്യങ്ങൾ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇന്ന് അധ്വാനിച്ചത് മതി. ഭാരം കൊണ്ട്, പാപം കൊണ്ടുള്ള അധ്വാനം, പാപം കൊണ്ട് തളർന്നു, അത് രോഗം കൊണ്ട് തളർന്നു, പ്രൈസ് ദി ലോർഡ് പലതരത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് തളർന്നിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരും, കം അൺ ടു മീ, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ആശ്വാസം പ്രാപിക്കുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, പാപത്തിന്റെ മോചനം പ്രാപിക്കുവാൻ, സമാധാനം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളെല്ലാവരെയും അതിലേക്ക് വേണ്ടി ഒരുക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട വചനത്തിലൂടെ എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾ അക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്നും ദൈവത്തെ കണ്ടെത്തി അത് ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ, സ്വസ്ഥതയോ സമാധാനമോ ഇല്ലാത്ത അനുഭവങ്ങളിലൂടെയൊക്കെ ഞങ്ങൾ കടന്നുപോയ വ്യക്തികളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ യേശുവിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, വലിയ വ്യത്യാസങ്ങൾ സംഭവിച്ചു. ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ കടന്നു വന്നു. അതാണ് ഞങ്ങൾ മറ്റുള്ളവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഞങ്ങൾ മറ്റുള്ളവർ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിത് ഈ സംഘടിപ്പിച്ചതിൻ്റെ കാര്യം ഒരു മതം മാറ്റാൻ വേണ്ടിയോ ആരുടെയും പേര് മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല. ഞങ്ങളിത് അറിയിക്കും ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ ആരെങ്കിലും ഈ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയാൽ പ്രൈസ് ദി ലോർഡ് നിങ്ങൾക്കത് അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആരുടെയും മതം മാറ്റേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് ആരുടെയും പേര് മാറ്റേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കൊരു കാര്യം അറിയാം, ഞങ്ങൾക്കുണ്ടായ ഈ സന്തോഷം, ഞങ്ങൾക്കുണ്ടായ ഈ സമാധാനം ഞങ്ങളുടെ സമസൃഷ്ടികൾക്കും കൂടെ അത് ലഭിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ളവരും കൂടെ അത് പ്രാപിക്കണം. അത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ബൈബിളിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഭൂമിയിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും നിങ്ങൾ സുവിശേഷം പ്രസംഗിക്കൂ എന്നുള്ള കർത്താവിൻ്റെ കൽപ്പനയാണ്, കർത്താവിൻ്റെ നിയോഗമാണ്. ആ നിയോഗപ്രകാരമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്നത് ഒറ്റ വിശ്വാസികൾക്ക് വേണ്ടിയല്ല, പ്രൈസ് ദി ലോർഡ്, ഈ കുടുംബക്കാർക്ക് വേണ്ടിയല്ല. ഇന്ന് ഈ മീറ്റിംഗ് വെച്ചിരിക്കുന്ന പള്ളിപ്പുറം ദേശവാസികൾക്ക് വേണ്ടിയാണ്, ഈ സമീപത്തിൽ താമസിക്കുന്ന എല്ലാ ഭവനക്കാർക്കും വേണ്ടിയാണ്. അതാണ് ഞങ്ങൾ മുറ്റത്തായി, ഇതുവരെ ഞങ്ങൾ അകത്തായിരുന്നു, പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇതുവരെയുള്ള മീറ്റിംഗ് എല്ലാം അകത്തായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ മാർക്കോസിന്റെ മാളികമുറി പോലെ ഇന്ന് ടെറസിന്റെ പോലെ വരാനുള്ള കാരണം ഇന്നത്തെ മീറ്റിംഗ് അത് കേൾക്കേണ്ടത് അകത്തുള്ളത് കേട്ട് കഴിഞ്ഞു, ഇനി കേൾക്കേണ്ടത് പുറത്തുള്ളവരാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയാത്ത എല്ലാവരും ഈ ദൈവത്തെ അറിഞ്ഞ് ഈ ദൈവത്തിന്റെ മക്കളായി ദൈവത്തെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി തൊട്ട് പ്ലാമൂട് സൈക്കാമൂർ കോംപ്ലക്സിലും 11 മണി തൊട്ട് മരുതൂരിലും കൂട്ടായ്മയുണ്ട്. അതിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു നിമിഷം പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്.